Hello, good afternoon. Welcome to Ledino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് സെൻസേഴ്സ് എന്നുള്ള ഒരു മൊഡ്യൂളിന്റെ റിവിഷൻ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ലാസ്റ്റ് മൊഡ്യൂളാണ്. നമുക്ക് 5 മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ ട്രാൻസ്ഡ്യൂസേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് നോക്കിയിട്ടുണ്ട്. പിന്നെ തെർമിസ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സ്ട്രെയിൻ കേജ്, പ്രോക്സിമിറ്റി സെൻസേഴ്സ്, അങ്ങനെ ഡിഫറെന്റ് ടോപ്പിക്കുകൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു ട്രാൻസ്ഡ്യൂസർ എന്താണെന്നുള്ളതാണ് അല്ലെ. ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതൊരു എനർജി കൺവേർഷൻ, ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് എനർജി കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പല ഫോമുകളിലാകാം. ആ ഒരു ഫോമിൽ നിന്ന് ഒരു ഇൻപുട്ട് നമുക്കൊരു എനർജി സിഗ്നൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ചെറിയൊരു ബ്ലോക്ക് ഡയഗ്രം ആണ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ഒരു മെഷറിംഗ് ക്വാണ്ടിറ്റി ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതൊരു സെൻസർ യൂസ് ചെയ്തിട്ട് ആ ഒരു മെഷറിംഗ് ക്വാണ്ടിറ്റിയിൽ നിന്ന് വാല്യൂസ് സെൻസ് ചെയ്തെടുക്കുകയും അതിന് സിഗ്നൽ കണ്ടീഷനിങ്, അതായത് ബേസിക് ട്രാൻസ്ഡ്യൂസറിൽ വരുന്ന ബ്ലോക്കുകളാണ് സെൻസറും അതുപോലെ തന്നെ സിഗ്നൽ കണ്ടീഷനിങ്ങും. അപ്പോൾ അതിന് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നത് യൂസ്ഫുൾ ഇൻഫോം. അപ്പോൾ ഇവിടെ നമുക്കൊരു എനർജി കൺവേർഷൻ ആണ് ഈ ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻസർ പാർട്ട് എന്താ ചെയ്യുന്നത്, നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് ഏത് ടൈപ്പ് ഓഫ് എനർജിയാണ് അല്ലെങ്കിൽ എന്താണ് വരുന്നത്, അതായത് ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ടൈപ്പ് ഓഫ് എനർജിനെ നമ്മൾ സെൻസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫിസിക്കൽ ഫിനോമിനൻ നമുക്ക് എന്താണോ സെൻസ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും നമുക്ക് സെൻസറിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റെസ്പോൺസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ട്രാൻസ്ഡ്യൂസിങ് എലമെന്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഇൻപുട്ടിൽ മെഷർ ചെയ്തിരിക്കുന്ന ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ സെൻസ് ചെയ്തിരിക്കുന്ന ആ ഒരു എനർജി ഫോമിനെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഒരു എലമെന്റ് ആണ് സെൻസർ എന്ന് പറയുന്നത്. അടുത്തത് ട്രാൻസ്ഡ്യൂസിങ് പാർട്ട് ആണ്, അതായത് ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്, ഈ സെൻസർ സെൻസ് ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു എലമെന്റ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് റെസ്പോൺസിനെ അതിന്റെ ഏത് ഫോമിലേക്കാണോ നമുക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ഏത് ഫോമിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ട്രാൻസ്ഡ്യൂസിങ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ വരുന്നത് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിൽ നോക്കുന്നത് മെയിൻ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഓക്കെ, മെയിൻ ആയിട്ട് നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബേസിക് റിക്വയർമെന്റ് ഓഫ് ഇലക്ട്രിസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടിയിട്ട് വേണം, അല്ലെങ്കിൽ ഒരു പവർ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്, അതല്ല പവർ സപ്ലൈ ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന 2 ടൈപ്സ് ആണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറും അതുപോലെ തന്നെ പാസീവ് ട്രാൻസ്ഡ്യൂസറും. അപ്പൊ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ കറന്റ് ഉണ്ടെങ്കിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് പവർ റിസീവ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ഈ കറന്റ് അറിയപ്പെടുന്ന പേരാണ് എക്സൈറ്റേഷൻ സിഗ്നൽ. അതായത് നമ്മുടെ ആ ഒരു സെൻസിങ് എലമെന്റ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡിവൈസിനെ ജസ്റ്റ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതിനെ നമുക്ക് കറന്റിനെ പറയുന്നതാണ് എക്സൈറ്റേഷൻ സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സിഗ്നലിനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ എക്സാമ്പിളുകൾ നോക്കൂ. LED എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. കാരണം ഒരു ഇലക്ട്രിക്കൽ കറന്റ് റിസീവ് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുക, ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അല്ലെ. സോ നമുക്കൊരു LED എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എക്സാമ്പിൾ ആണ്. അപ്പൊ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഡിവൈസസ് ഒന്നും തന്നെ ആവശ്യം വരുന്നില്ല. അതായത് ഒരു എക്സ്റ്റേണൽ സിഗ്നലിനെ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ, ഒരു ഇലക്ട്രിക് കറന്റ് അല്ല, ഒരു എക്സ്റ്റേണൽ സിഗ്നൽ അക്സെപ്റ്റ് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്യാണ്, ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ നോക്കൂ, LVDT, അതായത് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോം എന്താ, ഒരു റെക്ടീനിയൽ മോഷനെ ഒരു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഒരു സിഗ്നൽ ആയിരിക്കും നമുക്ക് ഇൻപുട്ട് ആയിട്ട് വരുന്നത്, അതിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് ആ ഒരു റോൾ ഓഫ് ട്രാൻസ്ഡ്യൂസിങ് എലമെന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എഗൈൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്നും സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സും ആണ്. ഓക്കെ, അപ്പൊ പ്രൈമറി ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ റെസ്പോൺസ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്രൈമറി ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയാം. ഓക്കെ, അതായത് നമുക്ക് ഇനിഷ്യൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കണം, ഒരു എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്നും ഒരു റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആസ് പ്രൈമറി ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് ആ ഒരു മെയിൻ ആയിട്ട് ആ ഒരു സെക്കൻഡറി അഫക്ട് ചെയ്തിരിക്കുന്ന സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറിനെ ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ചേഞ്ച് ആവാൻ ചാൻസസ് വരുന്നത്. അപ്പൊ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഓഫ് ദ പ്രൈമറി ട്രാൻസ്ഡ്യൂസറിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസർ ഏതാണോ അതാണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്കൊരു ഫിസിക്കൽ എലമെന്റിൽ നിന്നൊരു റെസ്പോൺസ് വരും. അതെന്ന് പറയുന്നത് എനിക്ക് എന്തായിരിക്കും, ഒരു പ്രൈമറി ട്രാൻസ്ഡ്യൂസറിലേക്കാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്.
ഈ പ്രൈമറി ട്രാൻസ്ഡ്യൂസറിന്റെ ഔട്ട്പുട്ട് ആണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇൻപുട്ട് ആയിട്ട് അല്ലെ. ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ഇലക്ട്രിക്കൽ എനർജി നമുക്ക് ഒബ്റ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് വരുന്നത് ബേസ്ഡ് ഓൺ ദ ഔട്ട്പുട്ട് സിഗ്നലിനെ ബേസ് ചെയ്ത് നമുക്ക് അനലോഗ് എന്നും ഡിജിറ്റൽ എന്നും രണ്ട് ടൈപ്സ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അനലോഗ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പൊ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് അതിന്റെ ഇൻപുട്ട് സിഗ്നലിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, എക്സാമ്പിൾ പൊട്ടൻഷ്യോമീറ്റർ, വേരിയബിൾ റെസിസ്റ്റേഴ്സ്, സ്ട്രെയിൻ ഗേജ്. അപ്പൊ നമ്മുടെ ഇൻപുട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഔട്ട്പുട്ട് സിഗ്നൽ നമുക്ക് ഒരു അനലോഗ് ട്രാൻസ്ഫോമർ കിട്ടുന്നതെങ്കിൽ നമുക്ക് അനലോഗ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയാം. എന്നാൽ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്തായിരിക്കും, ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ഫോമിലായിരിക്കും നമുക്ക്. ഓക്കെ, ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമിലാണെങ്കിൽ നമുക്ക് അതിനെ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയാം. എക്സാമ്പിൾ എൻകോഡേഴ്സ്, ഫോട്ടോ ഇന്ററപ്റ്റേഴ്സ്, ഹാൾ എഫക്ട് സെൻസേഴ്സ്, ഇതൊക്കെ നമുക്ക് വരുന്ന ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ എക്സാമ്പിളുകളാണ്. അടുത്തത് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അഗൈൻ ഇതിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പൊ സെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ട്രാൻസ്ഡ്യൂസേഴ്സ് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ, പ്രഷർ, എന്തെങ്കിലും ഫ്ലോ, ഇതിനെയൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി, ഫിസിക്കൽ ക്വാണ്ടിറ്റീസുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളുകൾ നമുക്ക് തെർമോകപ്പിൾസ് വരും, സ്ട്രെയിൻ ഗേജ്, ഫ്ലോ മീറ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് സെൻസറിൽ വരുന്നതാണ്. ഓക്കെ, ആക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് നമ്മുടെ ഫിസിക്കൽ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, മോട്ടോർ, വാൽവ്, ഈ പറയുന്ന രീതിയിലുള്ള ഫിസിക്കൽ സിസ്റ്റത്തുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം, ഇലക്ട്രിക് മോട്ടോഴ്സ്, സോളിനോയിഡ്സ്, പീസോ ഇലക്ട്രിക് ആക്ച്വേറ്റേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്ന ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്ഡ്യൂസേഴ്സും സെൻസേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കൂ. ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് എനർജീനെ. സെൻസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വേറൊരു എയ്തർ റീഡബിൾ ഫോമോ അതല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമുക്ക് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന് വരുന്ന എക്സാമ്പിളുകളാണ് മൈക്രോഫോൺസ്, LVDT, LED, ലൗഡ് സ്പീക്കേഴ്സ്. ഇവിടെ നമുക്ക് പ്രഷർ സെൻസർ, മോഷൻ സെൻസേഴ്സ്, ടെമ്പറേച്ചർ സെൻസർ, അങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ എവിടേക്കാണ് നമുക്ക് ഈ ഒരു ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്, നമുക്ക് മെഷേഴ്സ് ലോഡ്, എഞ്ചിനുകളിൽ ഉണ്ടാകുന്ന ലോഡുകൾ മെഷർ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ മൂവ്മെന്റ്സ് ഓഫ് മസിൽ, അതുപോലെ തന്നെ ആക്സിലറോമയോഗ്രാഫ്, അതായത് മസിലുകളുടെ മൂവ്മെന്റ്സ് സെൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, മെഷർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അൾട്രാസൗണ്ട് മെഷീൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. സ്പീക്കറിൽ, അതായത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒരു അക്കൗസ്റ്റിക് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആന്റിനയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകളെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു ബേസിക് ആയിട്ട് ജസ്റ്റ് ഒരു റിവിഷൻ രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആയ തെർമിസ്റ്റർ, തെർമോകപ്പിൾ, സ്ട്രെയിൻ ഗേജ്, ഇതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒരു തെർമിസ്റ്റർ, അതല്ലെങ്കിൽ നമുക്ക് തെർമൽ റെസിസ്റ്റർ എന്നും കൂടി ഒരു പേരുണ്ട്. It is a type of resistor whose electrical resistance varies with the change in temperature. ഓക്കെ, അപ്പൊ ഇതൊരു ടെമ്പറേച്ചർ സെൻസർ ആണ്. അപ്പൊ ആ ഒരു ടെമ്പറേച്ചറിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നുവെങ്കിൽ, ആ ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നുവെങ്കിൽ, ദാറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ. ഓക്കെ, അപ്പൊ തെർമിസ്റ്റർ എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ ആണ്. അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. അതാണ് തെർമിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റെസിസ്റ്റേഴ്സിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റ് ആകും അല്ലെ, ടെമ്പറേച്ചർ വേരി ആകുന്നതിനനുസരിച്ച്. ചിലപ്പോൾ എപ്പോഴും നമുക്ക് ടെമ്പറേച്ചർ ഒരേപോലെ ആയിരിക്കില്ല, ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ചിട്ട് ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂസ് നമുക്ക് എന്താകുന്നുണ്ട്, പറയുന്ന വേരിയേഷൻസ്, ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഈ തെർമിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ചസിനെ സെൻസിറ്റീവ് ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സെൻസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന തെർമിസ്റ്ററിന് സാധിക്കും. ഓക്കെ, അപ്പൊ തെർമിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലെ ഒരു പാസീവ് കോമ്പണന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു പാസീവ് കോമ്പണന്റ് ആയിട്ടാണ്. അപ്പൊ അതെന്ന് പറയുന്നത് വളരെ അക്യുറേറ്റ് വാല്യൂസ് ആയിരിക്കും, വളരെ ചീപ്പ് ആയിരിക്കും. നമുക്ക് നമ്മുടെ ആ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് ഈസി വേ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ തെർമിസ്റ്റേഴ്സിനെ നമുക്ക് വല്ല എക്സ്ട്രീം ഹോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ എക്സ്ട്രീം കോൾഡ് ടെമ്പറേച്ചറിൽ. ഓക്കെ, അത് പറയുന്നത് അതിലൊരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ട്. ആ വാല്യൂ ബിറ്റ്വീൻ മാത്രമാണ് നമുക്ക് ഈ തെർമിസ്റ്റർ അപ്ലൈ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു എക്സ്ട്രീം ഹോട്ടിലും അല്ലെങ്കിൽ എക്സ്ട്രീം കോൾഡിലും നമുക്ക് ഈ പറയുന്ന തെർമിസ്റ്റേഴ്സിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് തെർമിസ്റ്ററിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ആണ് നമുക്ക് തെർമിസ്റ്റർ വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന തെർമിസ്റ്ററിന്റെ ആ ഒരു സിമ്പിൾ, ഒരു റെസിസ്റ്റൻസും അതിലൊരു വേരിയേഷനും കാണിക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ ഈ PTC അല്ലെങ്കിൽ
അല്ലെങ്കിൽ NTC എന്ന് പറയുന്നത് അതിന്റെ 2 ടൈപ്സ് ആണ്. ഓക്കെ, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് തെർമിസ്റ്ററും അതുപോലെ തന്നെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് തെർമിസ്റ്ററും എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ എന്താണ് അല്ലെങ്കിൽ ആ ഒരു സിമ്പൽ എന്താണെന്നാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ these are the 2 types of thermistors. നമുക്ക് ഇനി ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ആ ഒരു ഫിഗറിൽ തന്നെ നോക്കിയിരുന്നു, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റും തെർമിസ്റ്ററും പോസിറ്റീവ് ടെമ്പറേച്ചറും അല്ലെ. NTC മീൻസ് എന്താണ്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് തെർമിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു തെർമിസ്റ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറും റെസിസ്റ്റൻസും എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ടെമ്പറേച്ചറും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുകയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിക്രീസ് ആകും. ഓക്കെ, ടെമ്പറേച്ചർ ഡിക്രീസ് ആവുകയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആകും. ഓപ്പോസിറ്റ് ആയിരിക്കും രണ്ടും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇനി ഒരു NTC തെർമിസ്റ്ററിൽ ടെമ്പറേച്ചറും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന NTC ടൈപ്പ് ആണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോമൺ ടൈപ്പ് ഓഫ് തെർമിസ്റ്റർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് NTC തെർമിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ അവർ തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം നോക്കൂ. RT is equal to R0 e to the power beta into 1 by T minus 1 by T0. So this is the equation for the NTC thermistor. Okay, RT is equal to R0 e to the power beta into 1 by T minus 1 by T0. നമുക്ക് ഇനി ഓരോ ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവർക്ക് ഒരു റിവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും വരുന്നത് അല്ലെ. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആകും, ടെമ്പറേച്ചർ ഡിക്രീസ് ആകുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ആകും. സോ ദേ ആർ തെർമിസ്റ്ററും ടെമ്പറേച്ചറും തമ്മിൽ എങ്ങനെ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമുക്ക് അവിടെ NTCയിൽ നമുക്ക് വന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ഇവിടെ നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, പക്ഷെ PTC എന്ന് പറയുന്നത് അത്ര കോമൺ ടൈപ്പ് അല്ല. NTC ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് പ്രൊട്ടക്ഷനിലൊക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന PTC തെർമിസ്റ്ററിനെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? ഒരു കറന്റ് ലിമിറ്റിംഗ് ഡിവൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേ ആർ ആക്ട് ആസ് ദി കറന്റ് ലിമിറ്റിംഗ് ഡിവൈസ്. ഓക്കെ, അതായത് ഈ ഒരു ഡിവൈസിലൂടെ കറന്റ് പാസ് ചെയ്യുമ്പോൾ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് റെസിസ്റ്റീവ് ഹീറ്റിംഗ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ കറന്റ് കൂടുന്തോറും എന്താകും? കൂടുതൽ ഹീറ്റ് ഡെവലപ്പ് ആവുകയും അത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സറൗണ്ടിങ്സിലേക്ക് പോവുകയും ഡിവൈസ് പെട്ടെന്ന് ഹീറ്റ് ആകാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, അതായത് PTC തെർമിസ്റ്ററിലൂടെ കറന്റ് ഫ്ലോ ആവുന്നതിനനുസരിച്ച് നമുക്ക് തെർമിസ്റ്റർ പെട്ടെന്ന് ഹീറ്റ് ആകാൻ റീസൺ ആണ്, കാരണമാകാവുന്നത്. അപ്പൊ അതെന്താകും? ആ ഒരു സെൽഫ് റീൻഫോഴ്സിംഗ് എഫക്റ്റ് അവിടെ വരികയും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കറന്റിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു കറന്റ് ലിമിറ്റിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് തെർമിസ്റ്റർ. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കൂ. ആ ഒരു തെർമിസ്റ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് R1 equal to R2 e to the power beta into 1 by T1 minus 1 by T2 ആണ്. R1 എന്ന് പറയുന്നത് ആ ഒരു അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ വരുന്ന റെസിസ്റ്റൻസും R2 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ T2 വരുന്ന റെസിസ്റ്റൻസ് ആണ് R2 എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു തെർമിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ഇക്വേഷൻ. ഇനി നമ്മൾ എവിടെയൊക്കെയാണ് തെർമിസ്റ്റർ യൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് വെറൈറ്റീസ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത് അല്ലെ. ഡിജിറ്റൽ തെർമോമീറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഓട്ടോമേറ്റീവ് ആപ്ലിക്കേഷൻസിൽ, ഹൗസ് ഹോൾഡ് ആപ്ലിയൻസസ് ലൈക്ക് മൈക്രോവേവ്, ഫ്രിഡ്ജ്, ഓവൻസ്. ഫ്രിഡ്ജിലൊക്കെ നമുക്കറിയാം ആ ഒരു ടെമ്പറേച്ചർ സെൻസിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സർക്യൂട്ട് പ്രൊട്ടക്ഷനിൽ, റീചാർജബിൾ ബാറ്ററീസിൽ, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ ഇലക്ട്രിക്കൽ മെറ്റീരിയൽ മെഷർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് സർക്യൂട്ട്സുകളിൽ, ടെമ്പറേച്ചർ കോമ്പൻസേഷൻ സർക്യൂട്ടുകളിൽ, ബീറ്റ്സ് ഓൺ ഗ്രിഡ് സർക്യൂട്ടിൽ, അങ്ങനെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ഈ പറയുന്ന തെർമിസ്റ്റേഴ്സിന് ഉള്ളത്. ഓക്കെ, സോ ഇതിന്റെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് നോക്കാം. സ്മോൾ ഇൻ സൈസ് ആണ്, വെരി ഹൈ സെൻസിറ്റിവിറ്റി ആണ്, പൊളാരിറ്റി ഇൻസെൻസിറ്റീവ് ആണ്, നോ കോൾജന്റ് കോമ്പൻസേഷൻ ഉണ്ടാവില്ല, wide selection of sensors, inexpensive, then faster response. These are the advantages. And disadvantages നോക്കുമ്പോൾ എന്താണ്? പെട്ടെന്ന് നമുക്ക് ഇന്റർചേഞ്ചബിൾ അല്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഈസിലി ഇന്റർചേഞ്ചബിൾ. ഹൈ റെസിസ്റ്റൻസ് ആൻഡ് നോയ്സ് പ്രോബ്ലംസ് ആർ ഒക്യൂറിംഗ്. ഇറ്റ് ഈസ് നോൺ ലീനിയർ ആണ്, അതുപോലെ തന്നെ നാരോ സ്പാൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് തെർമിസ്റ്റർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? ഫസ്റ്റ് ടെമ്പറേച്ചർ സെൻസർ ടൈപ്പുകൾ നോക്കി, അതിൽ വരുന്നതാണ് ഈ തെർമിസ്റ്റർ എന്ന് പറയുന്നത്. ദെൻ തെർമിസ്റ്ററിന്റെ എന്താണ് നമ്മൾ തെർമിസ്റ്റർ നോക്കി, അതിന്റെ സിമ്പിൾ, ദെൻ ടൈപ്സ് ഓഫ് തെർമിസ്റ്റേഴ്സ് നോക്കിയിട്ടുണ്ട്. ദെൻ വേർ വി ആർ യൂസിങ് ദ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓഫ് തെർമിസ്റ്റേഴ്സ് നോക്കി, ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ,
അപ്പൊ ഇത്രയാണ് നമുക്ക് തെർമിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പൊ തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് ആണ്. അതായത് ടെമ്പറേച്ചർ ഡിഫറൻസിനനുസരിച്ച്, അതായത് ടെമ്പറേച്ചർ ഡിഫറൻസിനെ ഒരു ഇലക്ട്രിക് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നമുക്കൊരു തെർമോകപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഏതിന്റെ ബേസിസിൽ അല്ലെങ്കിൽ എന്ത് പ്രിൻസിപ്പിളിലാണ് ഈ തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ തെർമോ ഇലക്ട്രിക് എഫക്ട് അല്ലെങ്കിൽ സീബെക്ക് എഫക്ട് എന്ന് നമുക്ക് അതിനെ പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി തെർമോ ഇലക്ട്രിക് എഫക്ട് ആണ്. ഓക്കെ, അപ്പൊ തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു കൺവേർട്ടിംഗ് ഡിവൈസ് അല്ലെങ്കിൽ നമുക്കൊരു ട്രാൻസ്ഡ്യൂസർ ആണെന്ന് പറയാം അല്ലെ. തെർമോകപ്പിൾ ഇറ്റ് ഈസ് എ ട്രാൻസ്ഡ്യൂസർ ആണെന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്, നമ്മുടെ ടെമ്പറേച്ചർ ഡിഫറൻസിനെ ഒരു ഇലക്ട്രിക് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? തെർമോ ഇലക്ട്രിക് എഫക്റ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ടൈപ്പ് ഓഫ് സെൻസർ ആണ്. ആ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ലൊക്കേഷനിൽ ഉണ്ടാകുന്ന ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിനെ സെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചർ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഒരുപാട് പ്ലേസസിൽ നമ്മൾ തെർമോകപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസില്, ഡൊമസ്റ്റിക്കില്, കൊമേഴ്ഷ്യൽ ആൻഡ് സയന്റിഫിക് ആപ്ലിക്കേഷൻസിലൊക്കെ തെർമോകപ്പിൾ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ അതിന്റെ സിംപ്ലിസിറ്റി, നമുക്ക് ഈസി യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഡ്യൂറബിലിറ്റി, കോസ്റ്റ് വൈസ് അത് വളരെ കുറഞ്ഞ വൈസ് ആണ്. വൈഡ് ടെമ്പറേച്ചർ റേഞ്ച് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസിൽ ഈ പറയുന്ന തെർമോകപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ തെർമോകപ്പിളിന്റെ ഒരു ജസ്റ്റ് ഒരു ഫിഗർ ആണ്, നമുക്കൊരു ഇമേജ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് തെർമോ ഇലക്ട്രിക് എഫക്റ്റ് അതല്ലെങ്കിൽ സീബെക്ക് എഫക്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ തെർമോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു ജനറേറ്റിംഗ് ആൻഡ് ഇലക്ട്രിക് വോൾട്ടേജ് ആണ്. അത് എങ്ങനെയായിരിക്കും? ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ്, രണ്ട് മെറ്റൽസ് അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് മെറ്റൽസുകളോ അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് മെറ്റൽ അലോയ്സുകൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഒരു ഇലക്ട്രിക് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റിനെ നമുക്ക് എന്താ പറയാം? തെർമോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഒന്നും കൂടി പറയാം. അതായത് രണ്ട് ഡിഫറെന്റ് മെറ്റലുകൾ അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് മെറ്റൽ അലോയ്സുകൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിനെ സെൻസ് ചെയ്ത് അതിൽ നിന്നും ഇലക്ട്രിക് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് തെർമോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു ഹോട്ട് ജംഗ്ഷനും അല്ലെങ്കിൽ ഒരു ഓപ്പൺ എൻഡ് ആയിരിക്കും. അപ്പൊ നമുക്കവിടെ ഒരു തെർമോ ഇലക്ട്രിക് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ ഇപ്പൊ പറഞ്ഞ ഒരു തെർമൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വോൾട്ടേജ് നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെ നമുക്ക് സീബെക്ക് എഫക്റ്റ് എന്നുള്ള രീതിയിലും കൂടി വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ഡിഫറെന്റ് ലൊക്കേഷനിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് പ്ലേസസിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇലക്ട്രിക് വോൾട്ടേജിനെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? തെർമോ ഇലക്ട്രിക് എഫക്റ്റ് അതല്ലെങ്കിൽ സീബെക്ക് എഫക്റ്റ് എന്നുള്ള ഒരു പേരിലും കൂടി അറിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ നമുക്കിവിടെ ഫ്രീ ഇലക്ട്രോൺസ്, അതായത് മെറ്റലിൽ ഉണ്ടാകുന്ന ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ് നമുക്ക് ഈ പറയുന്ന തെർമോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷൻ നമ്മൾ ഹീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിന് എന്താണ്? ചൂടാക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താകും? കൈനറ്റിക് എനർജി ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആകും. അപ്പൊ ഈ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആകുമ്പോൾ എന്താകും? അതെന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വേറൊരു ഡയറക്ഷൻ അല്ലെങ്കിൽ വേറൊരു ജംഗ്ഷനിലേക്ക് മൂവ്മെന്റ് ആകും. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് ജംഗ്ഷൻ ആണ്, ഒന്ന് ഹോട്ട് ജംഗ്ഷനും ഒന്ന് കോൾഡ് ജംഗ്ഷനും ആണ്. ഓക്കെ, അപ്പൊ ഈ ഹോട്ട് ജംഗ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെമ്പറേച്ചർ കൂടുന്നത്. ഓക്കെ, ആ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫ്രീ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആവുകയും അതിന്റെ ഫലമായിട്ട് ഈ എനർജി അല്ലെങ്കിൽ ഈ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആയ ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യും? ആ ഒരു കോൾഡർ ജംഗ്ഷനിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാകും രണ്ട് ഇതിലേക്ക് നമ്മൾ ഇലക്ട്രോണുകളുടെ മൂവ്മെന്റ്സ് ആണ് വരുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ആകും, അല്ലെങ്കിൽ അവിടെ ഒരു ആ ഹോട്ട് ജംഗ്ഷനും കോൾഡ് ജംഗ്ഷനും ബിറ്റ്വീൻ ആയിട്ട് നമുക്കൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയും അതെന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു വോൾട്ട് മീറ്റർ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു മെറ്റലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അതിന്റെ ആ ഒരു എത്രത്തോളം മാഗ്നിറ്റ്യൂഡ്, നമുക്ക് എത്രത്തോളം വോൾട്ടേജ് നമുക്ക് അവിടെ ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അവിടെ യൂസ് ചെയ്ത രണ്ട് മെറ്റലുകളുടെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ രണ്ട് ജംഗ്ഷനുകൾ തമ്മിലുണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എത്രത്തോളം വോൾട്ടേജ്, എത്രത്തോളം ഇലക്ട്രിക് വോൾട്ടേജ് ആണ് നമുക്ക് അവിടെ ജനറേറ്റ് ആയിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്തിനൊക്കെയാണ് ഈ ഒരു ഇലക്ട്രിക് വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ഓൾസോ ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ജംഗ്ഷൻസ്. ഓക്കെ, ഇതാണ് തെർമോ ഇലക്ട്രിക് എഫക്ട് ഓർ സീബെക്ക് എഫക്ട്. ഓക്കെ,
അപ്പൊ ഇതിന്റെ അറേഞ്ച്മെന്റ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഹോട്ട് ജംഗ്ഷൻ എന്ന് പറയുന്നത്, ഇത് കോൾഡ് ജംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹോട്ട് ജംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് അല്ലെ, നമ്മൾ ഒരു കാൻഡിൽ യൂസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഹോട്ട് ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസുകളുടെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആവുകയും they moves towards the cold junction. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഈ കൈനറ്റിക് എനർജി കൂടിയ ഇലക്ട്രോൺസുകൾ അവിടേക്കും കോൾഡ് ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ ഇവിടെ നമുക്ക് എന്താകും, ഈ ഒരു ഹോട്ട് ജംഗ്ഷനിലും കോൾഡ് ജംഗ്ഷനിലും ബിറ്റ്വീൻ ആയിട്ട് നമുക്കൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒബ്റ്റെയിൻ ചെയ്യുകയും അത് നമുക്ക് ഈ പറയുന്ന ഒരു മില്ലി വോൾട്ട് മീറ്റർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വോൾട്ടേജ് അല്ലെങ്കിൽ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് ഇവിടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് തെർമോകപ്പിളിന്റെ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് തെർമോകപ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ട്. ദെൻ വി ആർ മൂവിംഗ് ടു ദി ടൈപ്സ്. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് തെർമോകപ്പിൾസ് എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറെന്റ് അവൈലബിൾ ടൈപ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ, ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എല്ലാ തെർമോകപ്പിളിലും ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ അതിന്റെ യൂസ് ചെയ്യുന്ന ആ ഒരു കോമ്പിനേഷൻ ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റൽ അലോയ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില പേരുകൾ കൊടുത്തിട്ടുണ്ട് തെർമോകപ്പിളിന്റെ, KJTE, ഇതിനൊക്കെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സുകളാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതൊന്നും അല്ലാതെ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടഡ് ടൈപ്പ് തെർമോകപ്പിൾ ഉണ്ട്, then exposed type thermocouple and ungrounded type. There are mainly 3 types of thermocouples. First one is the grounded, second one is the exposed and third one is the ungrounded. Okay, നമുക്ക് ഓരോന്നും എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്തത് എന്തൊക്കെയായിരിക്കും ഈ പറയുന്ന തെർമോകപ്പിളുകളുടെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ മെയിൻലി കുറേ അഡ്വാൻറ്റേജസുകൾ ഉണ്ട് കമ്പയർ ടു RTD, അതായത് RTD തെർമോകപ്പ്, RTD ടെമ്പറേച്ചർ സെൻസർ, ദെൻ തെർമിസ്റ്റർ, ഇൻഫ്രാറെഡ് സെൻസേഴ്സ്, ഇതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസും ആസ് വെൽ as ഡിസ്അഡ്വാൻറ്റേജസും നമുക്ക് ഈ പറയുന്ന തെർമോകപ്പിളിനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അത് വൈഡ് റേഞ്ച് ടെമ്പറേച്ചറിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ടെമ്പറേച്ചറിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന തെർമോകപ്പിൾ പറ്റും. അതായത് ക്രയോജനിക് തൊട്ട് വെരി ഹൈ ടെമ്പറേച്ചർ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ തെർമോകപ്പിൾ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റേ പറഞ്ഞു ദേ ആർ വെരി സിമ്പിൾ ആണ്, റോബസ്റ്റ് ദെൻ റിലയബിൾ ഡിവൈസസ് ആണ് അല്ലെ. നമുക്ക് ആ ഒരു ഹാർഷ് എൻവയോൺമെന്റ്സിലും വൈബ്രേഷൻസിലും ഒക്കെ നമുക്ക് ഈ പറയുന്ന തെർമോകപ്പിൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വളരെ എക്സ്പെൻസീവ്, വളരെ കുറവാണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ ഫാസ്റ്റ് റെസ്പോൺസ് ടൈം ഉണ്ടാകും, ഡൈനാമിക് ടെമ്പറേച്ചർ റേഞ്ചസ് ഒക്കെ നമുക്ക് ഇതിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് എക്സ്റ്റേണൽ പവറോ അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ ഒന്നും തന്നെ നമുക്ക് ഈ പറയുന്ന തെർമോകപ്പിളിന് ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് നോക്കുക. നമ്മൾ പറഞ്ഞു അക്യുറസി വളരെ കുറവായിരിക്കും അല്ലെ, ഗ്രൗണ്ടഡിനൊക്കെ നമുക്ക് അക്യുറസി വളരെ കുറവാണ്. അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി നമുക്ക് ഒരു കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ നമുക്ക് എറേഴ്സ്, എന്തെങ്കിലും കൊറോഷൻ കാരണോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ, കണ്ടാമിനേഷൻ, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ആ ഒരു എററുകൾ നമുക്ക് ഇവിടെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു റെഫറൻസ് ജംഗ്ഷൻ വേണം അല്ലെ, ആ ഒരു ടെമ്പറേച്ചർ അക്യുറേറ്റ് മെഷർമെന്റിന് വേണ്ടി നമുക്കൊരു റെഫറൻസ് ജംഗ്ഷൻ നമുക്കിവിടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു നോൺ ലീനിയർ ഔട്ട്പുട്ട് ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കോംപ്ലക്സ് കാലിബ്രേഷനോ അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷനോ ഒക്കെ ആവശ്യമുണ്ട് ഇവിടെ. ഓക്കെ, ഒരു നോൺ ലീനിയർ ഔട്ട്പുട്ട് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കോംപ്ലക്സ് ആണ് നമുക്ക് ആ ഒരു ഫൈനൽ കാലിബ്രേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു തെർമോ ഇലക്ട്രിക് വോൾട്ടേജസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പാരസിറ്റിക് ജംഗ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു തെർമോ അല്ലെങ്കിൽ ഒരു എറർ വോൾട്ടേജ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് സ്റ്റീൽ ആൻഡ് അയൺ ഇൻഡസ്ട്രീസിൽ, ഗ്യാസ് ആപ്ലിയൻസസിൽ, തെർമോപൈൽ റേഡിയേഷൻ സെൻസേഴ്സ്, മാനുഫാക്ചറിംഗ്, പവർ പ്രൊഡക്ഷൻ, പ്രോസസ് പ്ലാന്റ്, തെർമോകപ്പിൾസ് ആൻഡ് വാക്വം ഗേജ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ പറയുന്ന തെർമോകപ്പിൾസിന്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് തെർമോകപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്, തെർമോകപ്പിൾ എന്താണെന്ന് നോക്കി, ആ ഒരു എഫക്ട് അല്ലെ, സീബെക്ക് എഫക്ട് അല്ലെങ്കിൽ തെർമോ ഇലക്ട്രിക് എഫക്ട് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ദെൻ എങ്ങനെയാണ് തെർമോകപ്പിളിന്റെ വർക്കിംഗ് എന്ന് നോക്കി. ദെൻ ടൈപ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോകപ്പിൾസ്, ദെൻ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് തെർമോകപ്പിൾ എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു. ആദ്യം നമ്മൾ നോക്കുന്നത് സ്ട്രെയിൻ ഗേജ് എന്താണെന്നാണ്. ഓക്കെ, അപ്പൊ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റെസിസ്റ്റർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഒബ്ജക്റ്റിന്റെ സ്ട്രെയിൻ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെസിസ്റ്റർ ടൈപ്പ് ആണ് നമുക്ക് സ്ട്രെയിൻ ഗേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പൊ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ആ ഒരു ഡീഫോർമേഷൻ നമുക്ക് അവിടെ ഒക്യൂർ ആകുന്നുണ്ട്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ഡീഫോർമേഷൻ ഒക്യൂർ ആവുകയും അത് ആ ഒരു
ഒബ്ജക്റ്റിന്റെ ഷേപ്പിൽ തന്നെയായിരിക്കും നമുക്ക് ആ ഒരു ഡീഫോർമേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഈ ഡീഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് കംപ്രസീവും ആകാം, അതല്ലെങ്കിൽ ഒരു ടെൻസൈലും ആകാം. അതിന് നമുക്ക് സ്ട്രെയിൻ എന്ന് പറയാം. നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡീഫോർമേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ കംപ്രസീവിലായിരിക്കും, അതല്ലെങ്കിൽ ടെൻസൈലിലാകാം. ഓക്കെ, ഇത് നമുക്ക് സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഡീഫോർമേഷൻ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് ഡീഫോം ആകുമ്പോൾ അതിന്റെ ആ ഒരു എലാസ്റ്റിസിറ്റി ഉണ്ടാകും, അതായത് അതിൻ്റെതായ ഒരു ലിമിറ്റ് ഉണ്ടാകുമല്ലോ. ആ ഒരു ലിമിറ്റിലായിരിക്കും നമുക്ക് എന്തുണ്ടാവുന്നത്? അതിന്റെ ഡീഫോംസ് ഉണ്ടാകുന്നത്. ഓക്കെ, അതിന്റെ ഫലമായിട്ട് നമുക്ക് റെസിസ്റ്റൻസിൽ എൻഡ് ടു എൻഡ് റെസിസ്റ്റൻസിൽ ഒരു ചേഞ്ച് വരെ ഒക്കർ ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്, ഒരു ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറഞ്ഞ പോലെ ഡീഫോം ആവുന്നുണ്ട്. ഓക്കെ, ഈ ഡീഫോർമേഷൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത്, അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഏരിയ, അതൊക്കെ ചേഞ്ച് ആകുന്നുണ്ട്. ഓക്കെ, ആ പറയുന്ന ചേഞ്ചസ്, ഡീഫോർമേഷനിൽ ഉണ്ടാകുന്ന ആ മേക്ക് ചെയ്യുന്ന ചേഞ്ചസ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിനെ വേരി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന സ്ട്രെയിനിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റിൽ എന്തുണ്ട്? ഒരു ഡീഫോർമേഷൻ ഫോം ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് അതിന്റെ ലെങ്ത്തിനെ അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയയിലൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. ഈ പറയുന്ന ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന് എങ്ങനെയായിരിക്കും ചേഞ്ച് ആവുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ട്രെയിൻ, ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്ന റെസിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്നത് എങ്ങനെയായിരിക്കും? ആ ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടായിരിക്കുന്ന സ്ട്രെയിൻ, എത്രത്തോളം ഒബ്ജക്റ്റിൽ നമുക്ക് സ്ട്രെയിൻ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയുന്നത് ഈ റെസിസ്റ്റൻസിന്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രെയിൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒബ്ജക്റ്റിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് നമ്മളൊരു സ്ട്രെയിൻ ഗേജ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ടിപ്പിക്കലി നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ ഒരു ഒബ്ജക്റ്റിന്റെ സർഫേസിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്ട്രെയിൻ ഗേജ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒബ്ജക്റ്റ് ഡീഫോം ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സെയിം ഡീഫോർമേഷൻ നമുക്ക് ഈ പറയുന്ന സ്ട്രെയിൻ ഗേജിലും എക്സ്പീരിയൻസ് ആവുകയും അതിനനുസരിച്ച് നമ്മുടെ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് സിഗ്നൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഒരു സ്ട്രെയിൻസ് മാഗ്നിറ്റ്യൂഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെയാണ്? സ്ട്രെസ് കണ്ടുപിടിക്കാം, ലോഡ്, അതുപോലെ തന്നെ ഡീഫോർമേഷൻ, ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻഡസ്ട്രീസിൽ, ഒരുപാട് ഇൻഡസ്ട്രീസിൽ, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസിൽ, ഓട്ടോമോട്ടീവ്, മെറ്റീരിയൽ ടെസ്റ്റിംഗ്, സ്ട്രെയിൻ ഗേജസ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്ട്രെയിൻ ഗേജിൽ വരുന്ന ആ ഒരു ഫിഗർ ആണ് നമുക്കിത് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഗേജ് ബാക്കിംഗ് ആണ്. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് റെസിസ്റ്റീവ് ഫോയിൽ എന്ന് പറയുന്നത്. ദെൻ ദീസ് ആർ ദി സോൾഡർ പാഡ്സ്. ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിക്കൽ വയേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് സ്ട്രെയിൻ ഗേജിന്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ പറയുന്ന സ്ട്രെയിൻ ഗേജിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഹൈ സെൻസിറ്റിവിറ്റി ആണ്. ഓക്കെ, ഇതൊരു എക്സലന്റ് സെൻസിറ്റിവിറ്റി ആണ്. അപ്പൊ നമുക്ക് അക്യുറേറ്റ്, അതായത് ഒരു ചെറിയൊരു മൈനോർ ഡീഫോർമേഷൻ ആണെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗിൽ അതിന്റെ സ്ട്രക്ചറൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് വേഴ്സാറ്റിലിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ വേരിയസ് മെറ്റീരിയൽസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കോൺക്രീറ്റില്, സ്റ്റീലില്, കോമ്പോസിറ്റ്സ് മേക്കിംഗ് ദ വെർസൈറ്റ്, അതായത് നമുക്ക് എഞ്ചിനീയറിംഗിന്റെ പല വെറൈറ്റീസ് ഓഫ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഈ പറയുന്നത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഓക്കെ, സ്ട്രെയിൻ ഗേജ് നമുക്ക് വളരെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ വേറെ കുറെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ സപ്പോ എക്സ്റ്റൻസോമീറ്റേഴ്സ്, അങ്ങനെ പലതും യൂസ് ചെയ്യുമ്പോൾ നമുക്കത് എക്സ്പെൻസീവ് ആണ്, നമുക്കത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ ഈ പറയുന്ന കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രെയിൻ ഗേജ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇൻഎക്സ്പെൻസീവ് ആണ് ഈ പറയുന്ന എക്സ്റ്റൻസോ ഇത്, അല്ലെങ്കിൽ റീയൂസബിൾ ആണ്, അല്ലെ? മൾട്ടിപ്പിൾ മെഷർമെന്റ്സ് ഒക്കെ നമുക്ക് ഈ പറയുന്ന സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്തിട്ട് പോസിബിൾ ആണ്. അടുത്തത് റിയൽ ടൈം മോണിറ്ററിംഗ്. ഓക്കെ, സ്ട്രെയിൻ ഗേജ് നമുക്കൊരു റിയൽ ടൈം ഡേറ്റയാണ് തരുന്നത്. അതായത് നമുക്ക് നൗഡേയ്സ് നമുക്ക് ഇപ്പോൾ വരുന്നതിൽ എന്താണോ റിയൽ ആയിട്ട് വരുന്ന വാല്യൂസ് അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ്
എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകും അല്ലേ. സോ എന്തൊക്കെയാണ് നമുക്ക് നോക്കൂ. ഇൻസ്റ്റലേഷൻ കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് മെയിൻ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇൻസ്റ്റലേഷൻ കോംപ്ലക്സിറ്റി. സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ തന്നെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, അതായത് കുറച്ച് നമുക്ക് കൂടുതൽ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ പ്രിസിഷൻ ഒക്കെ ആവശ്യമാണ് നമുക്ക്. ഓക്കെ, അതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു അറിവ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ അറ്റാച്ച്മെന്റ് അതിനെല്ലാം നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് സസെപ്റ്റബിൾ ടു എൻവയറൺമെന്റൽ ഫാക്ടേഴ്സ്. വളരെ സെൻസിറ്റീവ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് നമ്മുടെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വൈബ്രേഷൻ, ഇതിനെല്ലാം ഈ പറയുന്ന സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്തെങ്കിലും വേരിയേഷൻസ് വരികയാണ്, ടെമ്പറേച്ചർ കാരണോ ഹ്യൂമിഡിറ്റി കാരണം എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അതും നമുക്ക് സ്ട്രെയിൻ ആയിട്ട് ഇതിലേക്ക് ആഡ് ആയി വരും. അപ്പൊ നമുക്ക് അക്യുറസിയിൽ ചില പ്രോബ്ലംസ് വരുന്നുണ്ടാവും. ഓക്കെ, അടുത്തത് ലിമിറ്റഡ് മെഷർമെന്റ് റേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് മെഷർമെന്റ് റേഞ്ച് ഉണ്ടാകും. അതിന്റെ മുകളിലേക്കോ അതല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള റേഞ്ചസ് വാല്യൂസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അടുത്തത് വൾനറബിലിറ്റി ടു ഡാമേജ്. സ്ട്രെയിൻ ഗേജ് നമുക്ക് പെട്ടെന്ന് ഡാമേജ് ആകാം. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസുകളുടെ സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റൽ ഇമ്പാക്ട്സോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഈ സ്ട്രെയിൻ ഗേജ് ഡാമേജ് ആകുന്നതിന് പോസിബിലിറ്റീസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ എവിടെയൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. എഞ്ചിനീയറിംഗ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസിൽ നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും മെഷർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഷർ സെൻസേഴ്സിൽ, ഫോഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സിൽ, ടോർക്ക് സെൻസേഴ്സിൽ ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ എക്സ്പെരിമെന്റൽ അനാലിസിസ് ആയിട്ടുള്ള എയറോസ്പേസ്, ഓട്ടോമോട്ടീവ്, സിവിൽ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ്, അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ഈ പറയുന്ന സ്ട്രെയിൻ ഗേജിന് ഉള്ളത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ലോഡ് സെൽ ആണ്. ഓക്കെ, ഇപ്പൊ ഒരു ലോഡ് സെൽ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ സെൻസർ ആണ്. ഓക്കെ, അതായത് ആ ഒരു ഫോഴ്സോ അല്ലെങ്കിൽ വെയിറ്റിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ സെൻസർ ആണ് ലോഡ് സെൽ എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു സിമ്പിൾ ഒരു എഫക്റ്റീവ് ഡിസൈൻ ആണ് നമുക്കുള്ളത്. അത് നമുക്ക് എന്താ പറ്റും, കൂടുതൽ ട്രാൻസ്ഫറൻസ് ആണ് നമുക്ക് വരുന്നത്. ഒരു അപ്ലൈഡ് ഫോഴ്സിന് ബിറ്റ്വീനായിട്ട് നമുക്കൊരു കൂടുതൽ നോൺ ട്രാൻസ്ഫറൻസ് ആണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മെറ്റീരിയലിന്റെ ഡീഫോർമേഷൻ, അതുപോലെ തന്നെ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിൾ ഡിസൈൻ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ലോഡ് സെൽ അനാട്ടമി എന്ന് പറയുന്നത്. ഇത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫിഗറും ഇത് നടന്നത് ക്രോസ് സെക്ഷനിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ലോഡ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് മൗണ്ടിംഗ് ഹോൾസ്, ദിസ് ഈസ് കേബിൾ ഗ്ലാൻഡ്, പ്രൊട്ടക്റ്റീവ് പ്ലോട്ടിംഗ്, മെയിൻ ബോഡി. ഓക്കെ, ഇത് അതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് നമുക്ക് ലോഡ് സെൽ അനാട്ടമിയുടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ കുറച്ച് ലോഡ് സെല്ലുകൾ കുറെ ഷേപ്പുകൾ അതുപോലെ തന്നെ ഡിഫറെന്റ് സൈസുകൾ വരുന്നുണ്ട്. അപ്പൊ മെയിൻ നമുക്ക് യൂസ് ചെയ്യുന്ന ടൈപ്പുകൾ ഏതൊക്കെയാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ദ എസ് ഷേപ്ഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ടെൻഷൻ ആൻഡ് കംപ്രഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സസ്പെൻഡഡ് ആയിട്ടുള്ള ലോഡുകളിലാണ് നമ്മൾ ഈ പറയുന്ന ലോഡ് സെൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് മിനിയേച്ചർ കംപ്രഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു റിസ്ട്രിക്റ്റഡ് സ്പേസുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അടുത്ത തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടെൻഷൻ ലിങ്ക്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഫോർ മെഷറിംഗ് ദ ലോഡ്സ് ഓൺ കേബിൾസ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് റോഡ്സ്, ഇതിലൊക്കെ വരുന്ന ആ ഒരു മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻഷൻ ലിങ്ക്സ് എന്നുള്ള ടൈപ്പ് ഓഫ് ലോഡ് ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ബെൻഡിങ് ബീം. ഇതെന്ന് പറയുന്നത് ഒരു ലോ പ്രൊഫൈൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് സ്പേസിലുള്ള കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ടൈപ്പ് ഓഫ് ബെൻഡിങ് ബീം ടൈപ്പ് ഓഫ് ലോഡ് സെൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ലോഡ് സെല്ലുകളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്ട്രെയിൻ ഗേജ് അതുപോലെ തന്നെ ലോഡ് സെൽ ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്താണ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റിന്റെ പ്രസൻസിനെ അതിന്റെ ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോമ്പോണന്റ് ആണ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പ്രോക്സിമിറ്റി സെൻസേഴ്സ് എന്ന് പറയുന്നത് നോൺ കോണ്ടാക്ട് ഡിവൈസ് ആണ്. നമുക്ക് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡാമേജ്ഡ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റോ നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഈ ഒരു പ്രോക്സിമിറ്റി സെൻസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു ഹൈ സ്പീഡ് റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രോക്സിമിറ്റി സെൻസേഴ്സിന് സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രോക്സിമിറ്റി സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഡിറ്റക്ട് നിയർ ബൈ ഒബ്ജക്ട്സ് വിതൗട്ട് ടച്ചിങ് ദം. അവയെ തൊടാതെ അവയെ ടച്ച് ചെയ്യാത്ത രീതിയിൽ തന്നെ വിതൗട്ട് ടച്ചിങ് ദം നമുക്ക് ആ ഒരു നിയർ ബൈ ഒബ്ജക്റ്റുകളെ ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനാണ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് എവിടേക്കാണ്? പ്രോക്സിമിറ്റി സെൻസേഴ്സിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് എൻവയോൺമെന്റ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പല പല ആപ്ലിക്കേഷൻസിൽ. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഒബ്ജക്ട് പൊസിഷൻ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി അഷുറൻസ്, പ്രോസസ് കൺട്രോൾ, ലെവൽ ഡിറ്റക്ഷൻ, ഫുഡ് പ്രോസസിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ്, അഗ്രികൾച്ചറൽ, അങ്ങനെ ഒരു നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഈ ഒരു പ്രോക്സിമിറ്റി സെൻസേഴ്സ് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡേ ബൈ ഡേ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് പുതിയതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന കുറെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ്, ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ്, മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സെൻസേഴ്സ്, ഫോട്ടോ ഇലക്ട്രിക് പ്രോക്സിമിറ്റി സെൻസേഴ്സ്. ഓക്കെ, ഇനി നമുക്കിത് ഓരോന്നും എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു പ്രോക്സിമിറ്റി സെൻസറിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്നുണ്ട്, ഓട്ടോമേറ്റീവ്, മാനുഫാക്ചറിംഗ് ടു ഫുഡ്, അതുപോലെ തന്നെ ബീവറേജ്, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അതിന് സേഫ്റ്റി പർപ്പസ് ഇൻക്രീസ് ചെയ്യാൻ, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ, ഡൗൺ ടൈം റെഡ്യൂസ് ചെയ്യാൻ, ഇതൊക്കെയാണ് പല ആപ്ലിക്കേഷൻസ് നമുക്ക് വരുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജുകൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നോൺ കോൺടാക്ട് സെൻസിങ് ആണ്, ഹൈ പ്രിസിഷൻ ഉണ്ട്, ഫാസ്റ്റ് റെസ്പോൺസ് ടൈം, ഈസി ടു യൂസ്, ഇതൊക്കെയാണ് മേജർ ആയിട്ട് വരുന്ന പ്രോക്സിമിറ്റി സെൻസേഴ്സിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജുകൾ നോക്കൂ. നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം? അതായത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. സെൻസിങ് റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലെ? ആ ഒരു പ്രോക്സിമിറ്റി സെൻസർ നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ്? അതിന്റെ സെൻസിങ് റേഞ്ച് നോക്കണം. സെൻസിങ് മെത്തേഡ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ കണ്ടീഷൻസും ആയിട്ടുള്ള ആ ഒരു കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഒരു പ്രോക്സിമിറ്റി സെൻസർ ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് അതൊരു ക്ലീനിങ് വേണം, then ഒരു കാലിബ്രേഷൻ, ട്രബിൾ ഷൂട്ടിംഗ്, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പ്രോക്സിമിറ്റി സെൻസേഴ്സ് നമുക്ക് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് സെൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൊഡ്യൂളിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാനുള്ളത്. ഓക്കെ, താങ്ക് യു.